ഹായ്. ഈ മൈ വേ ഓഫ് കല്യാണിയിലെ കല്യാണിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ കല്യാണിയെക്കുറിച്ച് പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. എനിക്ക് പറയാനുള്ള കാര്യം, ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ആയാലും ഒരുപാട് റിയാക്ഷൻ വീഡിയോക്കാരൊക്കെ കല്യാണിയുടെ കാര്യം പറയുന്നുണ്ട്. കല്യാണി ഒരു ക്ലിനിക്കിൽ പോയി ഇങ്ങനെ ഒരു പാടിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്ത കാര്യം കല്യാണിയുടെ വ്ലോഗിൽ പറഞ്ഞില്ല. കല്യാണി വീട്ടിലുള്ള സകല കാര്യങ്ങളും ഒരു ദിവസം നടക്കുന്നതിൽ പല കാര്യങ്ങളും പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്നതായാലും നല്ലൊരു ഡ്രസ്സ് ഇടുന്നതായാലും ഭക്ഷണം ഉണ്ടാക്കുന്നതായാലും വാട്ടവർ എല്ലാ കാര്യങ്ങളും കണ്ടന്റ് ആക്കുന്ന കല്യാണി ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്ത കാര്യത്തെപ്പറ്റി നമ്മൾ സബ്സ്ക്രൈബേഴ്സിനോടൊന്നും പറഞ്ഞില്ല, വീഡിയോയിലൊന്നും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് പേരുടെ വീഡിയോകൾ കണ്ടായിരുന്നു. ഇപ്പോൾ അവരൊരു സ്ഥലത്ത് പോയി ട്രീറ്റ്മെന്റ് ചെയ്തത് അതിപ്പോ അവരുടെ ഇഷ്ടമാണ് അല്ലേ. അവർക്കിപ്പോ അത് വീഡിയോയിൽ പറഞ്ഞില്ല. അത് വീഡിയോയിൽ പറയാഞ്ഞതിന്റെ കാരണം എനിക്ക് തോന്നുന്ന കാര്യം എന്ന് പറയുന്നത്, അവർ ഒരുപാടും ഈ ക്രീമുകളുടെയും ഒരുപാടും ഈ ഇങ്ങനെ പ്രോഡക്റ്റുകളുടെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. കൊളാബ് വീഡിയോകൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ ചെയ്യുമ്പോൾ അവർ പോയിട്ട് ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നു, ഒരു ക്ലിനിക്കിൽ പോയിട്ട് ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നു എന്ന് അവരവരുടെ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ അവരോട് തന്നെ ചോദിക്കും, നിങ്ങൾ ഇത്രയും ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കുണ്ടായ പ്രോബ്ലംസ് കൊണ്ടല്ലേ നിങ്ങൾ പോയി ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ ചോദിക്കും. അതേ കണക്ക് തന്നെ ഈ കൊളാബ് ചെയ്യുന്ന പ്രോഡക്റ്റ് കൊടുക്കുന്ന ആൾക്കാർ, അതായത് കൊളാബ് ചെയ്യാനായിട്ട് പ്രോഡക്റ്റുകൾ കൊടുക്കുമല്ലോ, അവർക്കുടെ മുന്നിലും ഇത് ഒരു നെഗറ്റീവായിട്ട് വരത്തില്ലേ കല്യാണി ഈ ഇങ്ങനെ പോയി ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നു എന്ന് പറയുന്നത്? അപ്പൊ അവർ പറയത്തില്ലേ, നിങ്ങൾ പോയി ട്രീറ്റ്മെന്റ് എടുക്കുന്നു എന്ന് നിങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രോഡക്റ്റിന്റെ പോരായ്മ കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി, ആ ബുദ്ധിമുട്ട് മാറ്റാനാണ് നിങ്ങൾ പോയി ട്രീറ്റ്മെന്റ് എടുക്കുന്നത് എന്ന് നിങ്ങളുടെ സബ്സ്ക്രൈബർ അറിയില്ലേ? അപ്പോൾ നിങ്ങൾ ആ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്ന കാര്യം പറയണ്ട. അല്ലെങ്കിൽ കല്യാണി വിചാരിച്ചിട്ടുണ്ടാവും അങ്ങനെ ഒരു കാര്യം പറയണ്ട. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും വിചാരിക്കും അവർ ഇത്രയും പ്രോഡക്റ്റുകൾ, അപ്പോൾ അവർ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ഒന്നും കൊള്ളത്തില്ല, അവർ ഉപയോഗിച്ച ഉപയോഗിച്ച് അവർക്ക് പ്രോബ്ലംസ് ഉണ്ടായി, ആ പ്രോബ്ലം മാറ്റാൻ വേണ്ടിയിട്ടാണ് അവർ പോയി ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മേടിച്ച് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കും ആ പ്രോബ്ലം വരും. പിന്നെ നമ്മൾക്ക് അറക്ക സംഖ്യ കൊടുത്ത് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാനുള്ള ത്രാണിയില്ല, അതുകൊണ്ട് ആ പ്രോഡക്റ്റ് കൊള്ളില്ല, അപ്പോൾ കല്യാണി ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് കൊള്ളില്ല എന്ന് നമ്മൾ വിചാരിക്കില്ലേ? അപ്പൊ ആ ഒരു പ്രോബ്ലം വരും എന്നുള്ളത് വിചാരിച്ചിട്ടായിരിക്കണം കല്യാണി ട്രീറ്റ്മെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് മറച്ചു വെച്ചത് അല്ലേ? എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പിന്നെ ഇവരിപ്പോ കല്യാണി ഹോസ്പിറ്റലുകാരെ കുറ്റം പറയുന്നു, ഹോസ്പിറ്റലുകാർ ഓരോ തെളിവുകളും അതും ഇതുമെല്ലാം കൊണ്ടുവച്ചിട്ട് കല്യാണിയെ കുറ്റം പറയുന്നു. അപ്പൊ കല്യാണി മെയിൻ ആയിട്ട് ചോദിക്കുന്ന കാര്യം, കല്യാണിക്ക് ഹോസ്പിറ്റലുകാർ ബില്ല് കൊടുത്തില്ല എന്നാണ് കല്യാണി പറയുന്നത്. ബില്ല് കൊടുത്തു, അത് കുറഞ്ഞ കല്യാണി കൊടുത്ത പൈസയുടെ മുഴുവൻ ബില്ലും കൊടുത്തില്ല, കുറച്ച് പൈസയുടെ ബില്ല് മാത്രമേ ഹോസ്പിറ്റലുകാർ കൊടുത്തു എന്നാണ് കല്യാണി പറയുന്നത്. അത് ഇപ്പം ഹോസ്പിറ്റലുകാർ പറയുന്നു അവർ ബില്ല് കൊടുത്തു, ഇനിയും വേണമെങ്കിൽ അവർ വീണ്ടും ബില്ല് കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബില്ലിന്റെ കാര്യത്തിൽ എന്താണ് സത്യം എന്നുള്ളത് നമുക്കറിയില്ല. അത് കല്യാണിയും ഹോസ്പിറ്റലുകാരും തമ്മിലുള്ള ഇത്. എനിക്ക് തോന്നുന്ന വേറൊരു കാര്യം, എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്, സത്യമാവണമെന്നില്ല, എനിക്ക് തോന്നുവാണ് കല്യാണിക്ക് കല്യാണി ഹോസ്പിറ്റലുകാരോട് കൊളാബറേഷന് വേണ്ടിയിട്ടും ഫ്രീ ആയിട്ട് പ്രോഡക്റ്റ് അയച്ചു തരണം എന്നും ഹോസ്പിറ്റലുകാരോട് പറഞ്ഞു എന്നല്ലേ ഹോസ്പിറ്റലുകാർ പറയുന്നത്. അപ്പോൾ അവർ അതങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് കല്യാണി ഇങ്ങനെ ഒരു പരാതിയും ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകുന്നതെന്ന് ആണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് കല്യാണി ഇപ്പോൾ അവിടെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് കൊളാബ് ചോദിച്ചപ്പോൾ കൊടുത്തില്ല, അപ്പോൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കല്യാണിക്ക് കൊളാബ് ചെയ്യാം, ഫ്രീ ആയിട്ട് പ്രോഡക്റ്റ് കൊടുക്കാം എന്ന് ഇനി വേറെ ഒരു ഹോസ്പിറ്റലുകാർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കല്യാണി വിചാരിച്ചിട്ടുണ്ടാവും, ഞാനിപ്പോൾ ഇപ്പം ഇവിടെ എനിക്ക് ഇത്രയും പൈസ കൊടുത്ത് ട്രീറ്റ്മെന്റ് എടുക്കണം, വേറെ ഒരു സ്ഥലത്ത് പോയിട്ട് പൈസ കൊടുക്കാതെ ഫ്രീ ആയിട്ട് പ്രോഡക്റ്റും കിട്ടുന്നുണ്ട്, എൻ്റെ ട്രീറ്റ്മെന്റും ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട്, കൊളാബിലൂടെ നടക്കുന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത് എന്ന് വിചാരിച്ചിട്ട് കല്യാണി ഇതുവരെ ചെയ്ത ട്രീറ്റ്മെന്റ് ഫയലും ബില്ലുകളും ഒക്കെ ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടുന്ന് പോവാന്ന്, അതായത് ആ ഹോസ്പിറ്റലുകാർ വിചാരിച്ചിട്ടുണ്ടാവും അവർ വേറെ ഏതോ ഹോസ്പിറ്റലിൽ പോയി വേറെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോവാന്നുള്ള ഇത് വെച്ചിട്ട് ഇനി അവർ കൊടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെയായിരിക്കും ചിലപ്പം കല്യാണി പറയുന്നുണ്ട്, കല്യാണിയുടെ ട്രീറ്റ്മെന്റ് ചെയ്ത ഫയലൊന്നും ഹോസ്പിറ്റലുകാർ കൊടുക്കാൻ തയ്യാറല്ല എന്ന്. അതൊക്കെ കൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ വിചാരിക്കുന്നത്. എന്താ അങ്ങനെ ആയിക്കൂടെ? ഇത് എൻ്റെ ഒരു ബുദ്ധിയിൽ തോന്നിയ കാര്യമാണ്. അത് ശരിയാണോ എന്തോ? അപ്പോൾ അങ്ങനെ പോയാലും കല്യാണി പറയില്ലല്ലോ, ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തീരുമാനിച്ചു, അതൊന്നും പറയില്ലല്ലോ. ട്രീറ്റ്മെന്റ് ചെയ്ത കാര്യമേ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞില്ല. അപ്പോൾ പിന്നെ വേറെ ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന ആരെയും കല്യാണി പറയൂ? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഞാൻ പറഞ്ഞ കാര്യത്തിനോട് യോജിക്കുന്നുണ്ടോ? അങ്ങനെ എന്തോ ആയിക്കോട്ടെ,
പക്ഷേ ഈ കല്യാണിയെ കൂട്ട് തന്നെ ഒരു മല്ലു ഫാമിലിയിലെ നമ്മുടെ എന്താ കൊച്ചിന്റെ പേര്, കുഞ്ചൂസ് ഇതിനൊക്കെ ഒരു വെളുക്കാൻ നല്ല ഗ്ലോ കിട്ടും എന്നും പറഞ്ഞിട്ട് ഞാൻ ആ ഒരു ഫോട്ടോ ഇവിടെ കൊടുക്കാവേ കുഞ്ചൂസിന്റെ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റിന്റെ ഇതായിട്ട് പ്രൊമോഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ കുഞ്ചൂസ് ചെയ്ത പരിപാടി വളരെ കൃത്യമായിട്ട് നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു ഫോട്ടോയാണ്. ഈ ഫോട്ടോയിൽ മേളിൽ കാണുന്ന ഫോട്ടോ കുഞ്ചൂസ് ക്രീം ഉപയോഗിക്കുന്നതിന് മുന്നേ ഉള്ള ഫോട്ടോയും താഴെ കാണുന്നത് ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോയും എന്നാണ് കുഞ്ചൂസ് പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മേളിലുള്ള ഫോട്ടോ ഫോണിന്റെ ഡാർക്ക് മോഡ്, അതായത് ഒരു കുറച്ച് ഡള്ള് മൂഡിൽ ഫോട്ടോ എടുത്തു. താഴെയുള്ളത് നല്ല ലൈറ്റും നല്ല മൊബൈലിൽ നല്ല ഇത് നല്ല വെട്ടത്തിലും പിന്നെ അതിനകത്ത് കുറച്ച് ഫിൽറ്ററൊക്കെ ഇട്ടിട്ട് താഴത്തുള്ള ഫോട്ടോ എടുത്തു. അപ്പം മേളിലുള്ള ഫോട്ടോയ്ക്ക് കുറച്ച് ഇരുട്ട് ഡാർക്ക്നെസ്സും വന്നു, താഴെയുള്ള ഫോട്ടോയ്ക്ക് നല്ല ഗ്ലോയും വന്നു. അപ്പം നമുക്കും അതങ്ങനെ ചെയ്യാമേ. നമ്മളൊരു ക്രീമോ ഒന്നും യൂസ് ചെയ്യണ്ട. അത് അറിയാനായിട്ട് ആ മേളിലുള്ള ഫോട്ടോയുടെ ഭിത്തി ബാക്ക്ഗ്രൗണ്ട് നോക്കൂ. ബാക്ക്ഗ്രൗണ്ടും ഡള്ളാണ്. താഴെയുള്ള ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് നല്ല ക്ലിയർ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുഞ്ചൂസ് മേളിലുള്ള ഫോട്ടോ എടുത്തപ്പോൾ ഭിത്തി കുറച്ച് കഴുകാതെ അഴുക്കൊക്കെ പിടിച്ചിരിക്കുന്ന ഭിത്തി ആയിരുന്നായിരിക്കും. താഴത്തെ ഫോട്ടോ എടുത്ത സമയത്ത് കുഞ്ചൂസ് ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ട് സോപ്പൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിയിട്ട് അതും ഇനി ആ ക്രീം കുറച്ചൊക്കെ ഭിത്തികളിൽ ഇട്ട് കൊടുത്തോ എന്തോ അങ്ങനെയാണോ എന്തോ ആ ഭിത്തി നല്ല ഗ്ലോ കാണുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിക്കൂടെ രണ്ട് രീതിയിൽ എടുത്ത ഫോട്ടോയുടെ ഇതുകൊണ്ടാണ്, അല്ലാതെ ക്രീമിന്റെ ഇതല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കിക്കൂടെ. ഇങ്ങനെയാണ് ഇവരൊക്കെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ പറ്റിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് അതിന് ക്രീം ഒന്നും യൂസ് ചെയ്യണണ്ട. ഒരു ലൈറ്റ് ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് പിന്നെ ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല കുറച്ച് ഫിൽറ്ററൊക്കെ ഇട്ടിട്ട് വേറൊരു ഫോട്ടോ കൂടെ എടുത്തിട്ട് ഏതെങ്കിലും ഒരു ക്രീം വെച്ചിട്ട് പറയാം, ഞാൻ ഈ ക്രീം ഉപയോഗിക്കുന്നതിന് മുന്നേ എൻ്റെ ഫോട്ടോ ഇതായിരുന്നു, ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോട്ടോയ്ക്ക് നല്ല ഗ്ലോ വന്നു ഗൈസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പറഞ്ഞൂടെ. ഇവരെല്ലാവരും എന്താ ചെയ്യുന്നത്? ഇവരെല്ലാവരും ഓരോരോ പ്രോഡക്റ്റുകാരുടെ നിന്നും പൈസ മേടിച്ചിട്ട് അവർക്ക് അവർ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടോ ഉപയോഗിക്കുന്നില്ലേ, ഇവരൊക്കെ കല്യാണിയൊക്കെ ഇങ്ങനെ വാരി തേക്കുന്നതൊക്കെ നല്ലതുപോലെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തേച്ച് കഴിഞ്ഞിട്ട് അപ്പഴേ കഴുകി കളഞ്ഞാൽ പോരെ. അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് പണി കിട്ടും. ഇപ്പൊ കല്യാണിക്ക് കിട്ടിയ പണിയോ അത് തന്നെയാണ്. അപ്പം ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മളെയൊക്കെ മണ്ടരാക്കാനും നമ്മളെയൊക്കെ ഇതാക്കാനായിട്ടും. അല്ലാതെ ഈ ക്രീമുകൾ വാരി തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ എൻ്റെ മുഖം അങ്ങ് ഗ്ലോ ആവും. വിത്തിൻ സെക്കൻഡ് കൊണ്ട് ഫോണിൽ ഫിൽറ്റർ ഇട്ടത് കണക്ക് തന്നെ എൻ്റെ മുഖം അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഇത് വെളുക്കും, അല്ലെങ്കിൽ ഗ്ലോ ആവും, ഷൈനിങ് വരും എന്നൊക്കെ പറയുന്നത് ചുമ്മാതെ. അവർ പൈസ മേടിച്ച് എൻ്റെ പണിയെടുക്കുന്നു. നമ്മൾ പോയിട്ട് അവരും പറയുന്നത് കേട്ടിട്ട് നമ്മൾ പോയിട്ട് ആ സോപ്പ് മേടിച്ച് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ആ ക്രീം മേടിച്ച് ഉപയോഗിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പണി കിട്ടും. അതേ ഉള്ളൂ നമുക്ക് കിട്ടുന്നത്. അവർക്ക് പൈസ കിട്ടും, നമുക്ക് പണി കിട്ടും. അതാണ്. അപ്പം ഈ കുഞ്ചൂസിൻ്റെ ഈ ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നില്ലേ? മിക്കവാറും ഉള്ളവരെല്ലാവരും ചെയ്യുന്ന പരിപാടികളൊക്കെ ഇത് തന്നെ. കുറച്ച് സബ്സ്ക്രൈബേഴ്സ്, കുറച്ച് നല്ല കുറേ വീഡിയോയ്ക്ക് റീച്ചൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേന് ഇവർക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് പ്രൊമോഷനും കൊളാബറേഷനും. സാധനവും കിട്ടും, ഡ്രസ്സിൻ്റെ ആയാലും ഇങ്ങനെ ഓരോരോ പ്രോഡക്റ്റിൻ്റെ ആയാലും ഒക്കെ ചെയ്യുന്നത്. ഇവരൊക്കെ ചെയ്യുന്നത് ഈ പരിപാടിയൊക്കെ തന്നെ. കുഞ്ചൂസ് മല്ലു ഫാമിലി ഒരു ഫ്രോഡ് ഫാമിലി. അവരെ കുറിച്ച് നേരത്തെ വീഡിയോ ഇട്ടുണ്ട്. മഹാ ഫ്രോഡ് ഫാമിലി. ആങ്ങളെയും പെങ്ങളും ഒരേ കണക്ക് ഫ്രോഡാണ്. അതിൽ യാതൊരു സംശയമില്ല. കുറേ നാൾ അവരുടെ ഒന്നും വലിയ അനക്കൊന്നും ഇല്ലാതിരിക്കുമായിരുന്നു. ഇപ്പം വീണ്ടും ഓരോ കള്ളത്തരങ്ങളും കളിപ്പീരി പണിയുമായിട്ടൊക്കെ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഇവരൊക്കെ അല്ലാതെ പൈസയൊന്നും ഇല്ല, വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലാതിരുന്ന സമയത്തൊക്കെ അവരൊക്കെ വളരെ നല്ല ആൾക്കാരായിരുന്നു. എല്ലാവർക്കും അവരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ അവരുടെ ദാരിദ്ര്യം വീഡിയോയിലൂടെ കാണിച്ച് അവർ പൈസ ഉണ്ടാക്കി. പൈസയായി സബ്സ്ക്രൈബേഴ്സും ആയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അവരൊക്കെ അവരുടെ തനി നിറം പുറത്തെടുത്തു. പിന്നെ ഒരു തരം നമ്മളൊക്കെ എങ്ങനെ ഏതൊക്കെയോ വലിയ ആൾക്കാരായി, ഇനി നമുക്ക് ആരും എന്ത് വേണമല്ലോ എങ്ങനെ പറഞ്ഞു വേണമല്ലോ പറ്റിക്കാം എന്ന് പറഞ്ഞിട്ട് വന്ന് അവർ മല്ലു ഫാമിലി ഇപ്പോൾ ഒന്ന് ഒതുങ്ങി. അത് കാരണം അവരുടെ വീഡിയോസ് ഒന്നും വലുതായിട്ടൊന്നും ഇല്ല. പക്ഷെ ആദ്യമൊക്കെ ഭയങ്കര റീച്ചിൽ പോയതായിരുന്നു മല്ലു ഫാമിലിയുടെ. എല്ലാവർക്കും കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ആൾക്കാർക്കും അവരെ അറിയാമായിരുന്നു. മഹാ ഫ്രോഡ് ആയിരുന്നു ആങ്ങളെയും പെങ്ങളും ഭാര്യയും ഭർത്താവും. ഇത്ര പ്രാവശ്യം അവർ പിരിയാൻ തുടങ്ങിയ ഈ കുഞ്ചൂസിൻ്റെ ആങ്ങളെയും കുഞ്ചൂസും പൊന്നൂസും സുജിനും ഇവരെ എത്ര പ്രാവശ്യം ഡൈവേഴ്സ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പോലും അറിയത്തില്ല. അവൾ അങ്ങനെ, അവൾ ഇങ്ങനെ, അവൾക്ക് അവിഹിതമുണ്ട്, അവൾക്ക് അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വീഡിയോ ഇടും. എന്നിട്ട് അതിൽ നിന്നും കുറേ റീച്ച് ഉണ്ടാക്കും, കുറച്ച് പ്രൊമോഷൻസ് ഉണ്ടാക്കും. എന്നിട്ട് അതിനകത്ത് നിന്ന് കുറേ സബ്സ്ക്രൈബേഴ്സും കുറേ പൈസയൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേന് പിന്നെ അവർ ഒന്നാവും.
വീണ്ടും ഒരു 6 മാസം കഴിയുമ്പോൾ വീണ്ടും ഒരു ഒറ്റത്തെ പ്രശ്നങ്ങളായിട്ട് അവർ രണ്ടുപേരുടെ വേർപിരിയും. പിന്നെ ഇതേ കണക്ക് അവരുടെ കുറച്ച് പൈസ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു, കുറച്ച് വ്യൂസ് കുറഞ്ഞു എന്ന് കാണുമ്പോൾ അവർ ഭാര്യയും ഭർത്താവും ഡൈവേഴ്സായി നാട്ടകം, മനുഷ്യരെ പറ്റിക്കൽ. അവരുടെ മെയിൻ പരിപാടി അത് തന്നെ, പറ്റിക്കൽ. ഇപ്പോൾ കല്യാണി ആദ്യമൊക്കെ നല്ലതായിരുന്നു. അവരുടെയും ഈ പ്രൊമോഷൻ ഒന്നും ഇല്ലാത്ത സമയത്തൊക്കെ അവരുടെ വീഡിയോസൊക്കെ നല്ലതായിരുന്നു, എല്ലാവർക്കും അവരെ ഇഷ്ടമായിരുന്നു. പിന്നെ ഇപ്പോൾ പ്രൊമോഷനൊക്കെ കൂടി കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പോൾ വീഡിയോസും ലോങ് വീഡിയോസും ഇല്ല, പിന്നെ ഷോർട്ട് വീഡിയോ മൊത്തം പ്രൊമോഷനാണ്. ഓക്കെ, നിങ്ങൾ നല്ല കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യൂ, പ്രൊമോഷൻ വേണ്ട എടുക്കണ്ട എന്നും പറയണ്ട. ഉപയോഗിച്ച് നോക്കിയിട്ട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയൂ. ഈ നിങ്ങളെ പാവപ്പെട്ട വിശ്വസിച്ച് പോകുന്ന ഈ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കാതിരിക്കൂ. അങ്ങനെ നല്ല റിവ്യൂ പറയുന്ന ആൾക്കാരും യൂട്യൂബേഴ്സും ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ ഇവരൊക്കെ ഒരു ദിവസത്തിൽ 10ഉം 15ഉം ക്രീമുകൾ വാരിയിട്ട് അവരുടെ സ്കിന്നിന് പ്രോബ്ലം ആയി അവർ പോയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് പിന്നെ ലക്ഷങ്ങൾ, അത് മാറക്ക സംഖ്യ, ലക്ഷങ്ങളൊക്കെ കൊടുത്ത് ട്രീറ്റ്മെന്റ് ചെയ്യുന്നു. എന്നിട്ട് അവർക്ക് അവരുടെ പ്രോബ്ലം പരിഹരിക്കാൻ പറ്റുമായിരിക്കും. നിങ്ങളെയൊക്കെ വിശ്വസിച്ച് നിങ്ങളൊക്കെ ഈ ദിവസവും വീഡിയോകൾ കാണുന്ന നമ്മളെ കണക്കുള്ള സബ്സ്ക്രൈബേഴ്സ് നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് നല്ലതാണെന്ന് വിചാരിച്ച് മേടിച്ച് ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളും സ്കിന്ന് ഡാമേജും ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലക്ഷങ്ങൾ മുടക്കി ട്രീറ്റ്മെന്റ് തരുമോ? അല്ലാതെ നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് ആരും അതുകൊണ്ട് ഞാൻ പറയുന്നത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, ഈ യൂട്യൂബേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റും മേടിച്ച് ഉപയോഗിക്കരുത്. തുണി കുഴപ്പമില്ല, അത് നമുക്ക് നമ്മുടെ ശരീരത്തിന് ഹാം ആവുന്നതല്ല, അത് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ കൊള്ളത്തില്ലാന്നുണ്ടെങ്കിൽ കളയാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ ശരീരത്ത് ഉപയോഗിക്കുന്നത്, അകത്തും പുറത്തും ഉപയോഗിക്കുന്ന ഒരു കാര്യങ്ങളും ഈ യൂട്യൂബേഴ്സിന്റെ പ്രൊമോഷൻ വീഡിയോകളും കൊളാബറേഷൻ വീഡിയോകളും നോക്കി ചെയ്യാനേ പാടില്ല. ചെയ്ത് കഴിഞ്ഞാൽ അത് പണി കിട്ടും. നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും നല്ല ഡോക്ടേഴ്സിനെ കണ്ട് നമ്മളെ ട്രീറ്റ്മെന്റ് എടുക്കുക. അല്ലാതെ ഈ പറയുന്ന കല്യാണിയെ കണക്ക് ഉള്ള കുറേ ഉണ്ട് ഫ്രോഡ് യൂട്യൂബേഴ്സുകാർ. ഇത് നിങ്ങൾ ഉപയോഗിക്കൂ, നല്ലതാണ് എന്ന് പറഞ്ഞ് നമ്മളെ അങ്ങ് വിശ്വസിപ്പിച്ച് നമ്മളെ കൊണ്ട് കമ്പല് ചെയ്യുകയാണ് മേടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യരുത്. അവരുടെയൊന്നും വാക്കിൽ വീഴാനേ പാടില്ല, വീണാൽ പണി കിട്ടും.